വേണോ ഈ പരിപാടി? വേണം. കാര്യം ഞാൻ പറഞ്ഞേക്കാം. വായമിച്ചിട്ട് മിണ്ടായിരുന്നോ കേട്ടല്ലോ, ഞാൻ നോക്കിക്കോളാം. ചേട്ടാ, ഈ എഗ് ബുർജിനെ നമ്മൾ എങ്ങനെ പിടിച്ചു കെട്ടും? ബുർജ് ഖലീഫ. ഖലീഫി ബുർജ് ഖലീഫ നേരെ പറയാനും അറിഞ്ഞൂടാ. എടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ബുർജ് ഖലീഫ അതൊന്നും എന്റെ അളിയനെ വിളിക്കില്ലേ. അതാ ഷിബു അളിയനെ വിളിക്കണേ കേട്ടല്ലേ. അജാന ബാഹു. ജയലബാബു. ബാഹു അജാന ബാഹു. പറഞ്ഞു പറഞ്ഞ എങ്ങോട്ടേ പോണേ? എല്ലാവരുടെയും 6 അടി പോക്കോ 2 പോത്തിന്റെ തൂക്കമുള്ള അളിയനെ ഞാൻ എന്തിനു വിളിക്കേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തായാലും അളിയനെ പിടിച്ചു കിട്ടുക എന്നുള്ള വലിയൊരു ചടങ്ങാണ്. ചത്തു സ്വന്തം കയ്യാണ്. അത് ശരി. അവൻ കൈമടക്കി ഒന്ന് തന്ന നമ്മളെല്ലാരും മൂലയ്ക്ക് അടക്കും. അത് ചേച്ചി പറഞ്ഞ ശരിയാ. ചുമ്മാ ആശില്ലാതെ പറഞ്ഞു ബാക്കി പേടിപ്പിക്കാൻ നിൽക്കല്ലേ. പിന്നെ പേടിപ്പിക്കാൻ നിന്നാലും നമ്മള് പേടിക്കൂല, അത് വേറെ. ചേട്ടാ, നമുക്ക് ആ സിനിമയെ കണ്ടോലേ വലയിട്ട് പിടിച്ചാലോ? നീ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്റെ ഭർത്താവിനെയാണ്. അല്ല, പക്ഷെ ഇപ്പം അളിയൻ ചേച്ചിയുടെ ഭർത്താവ് മാത്രമല്ല, മതവളയെ നിൽക്കുന്ന ഒരു കൊമ്പനാണ്. അളിയനെ തളച്ചേ പറ്റുള്ളൂ. ചേച്ചി ഒരു കാര്യം ചെയ്യാം. ചേച്ചി അളിയനടുത്ത് സംസാരിച്ചോണ്ട് നിൽക്കുക. ഞാനാ തന്നെ? പിന്നല്ല, ഞാനാ. അളിയനെ വിളിക്കുക, സംസാരിച്ചോണ്ടിരിക്കുക. ആ സമയം ഞങ്ങൾ പുറകെ കൂടെ വന്ന് കയറിട്ട് ഒരു പിടി. ഞങ്ങളാ? ഓ, ഞാനിനി ഞാനൊന്നുമില്ല. ശരി, ഞാൻ കയറിട്ട് പിടിച്ചോളാം. ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി കേട്ടല്ലേ. അങ്ങോട്ട് പോവാ, വിളിക്കുക, ഇങ്ങോട്ട് തിരിച്ചു നിർത്തുക, സംസാരിച്ചോണ്ട് നിൽക്കുക. ചന്ദ്രികയോ സിദ്ധു, സിദ്ധു, സിദ്ധുവേ, എന്തുവാ? ഒന്ന് ഇങ്ങോട്ട് വരൂ. എപ്പോഴും ഈ സിദ്ധു 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 എന്തോ എത്ര വിളിച്ചോണ്ടിരിക്കുന്നേ? അത് നീ വിളി കേൾക്കാത്തോണ്ടല്ലേ പിന്നെ ഞാൻ വിളിച്ചേ. എന്ന് പറഞ്ഞ ഇങ്ങനെയാണോ വിളിക്കുന്നേ? ഇനി ഇങ്ങനെ വിളിക്കില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. എന്തോന്നു? നീ എന്തിനാ പാവം പിടിച്ച കരയാനിയെ തല്ലിയേ? തല്ലിന്നോ? ആര് തല്ലിന്നു? നീ തല്ലാതെ പിന്നെ ആന്റിയുടെ ബോധം എങ്ങനെ പോവും? ബോധം പോയെന്നോ? ഇതൊക്കെ എപ്പോ? ആന്റി പറഞ്ഞല്ലോ നീ ആന്റിയുടെ തല്ലിന്ന്. ചുമ്മാ അനാവശ്യം പറയാൻ നിൽക്കരുത് കേട്ടോ. ഞാൻ അനാവശ്യം പറഞ്ഞൊന്നുമല്ല. ആന്റി പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്കറിയാത്ത കാര്യം ചുമ്മാ പറഞ്ഞോണ്ട് വരരുത് കേട്ടോ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. കയറിൽ കുറച്ച് കുരുങ്ങി കിടക്കണമെന്ന് ഊരി തരൂ. കുരുങ്ങി കിടക്കണാ? അത് ശരി, അത് ശരി. അപ്പൊ എല്ലാരും കൂടെ അറിഞ്ഞോണ്ട് എന്നെ കെട്ടിടാനുള്ള പരിപാടിയായിരുന്നല്ലേ? അല്ല, എന്നമ്മാ പാത്തിട്ട് இருக்கீங்க? ആശുപത്രി പോയവരെ കാണുന്നില്ലല്ലോ. എത്ര നേരമായി പോയിട്ട്? അമ്മുമ്മ, മല പോലെ നിന്ന മനുഷ്യനാ ദേ കിടക്കുന്നു വെട്ടിയിട്ട് വാഴ്ത്തണ്ട് പോലെ. ഇന്നലെ കണ്ട സിനിമയിലെ ഡയലോഗാ.
സൂക്ഷിച്ച്. എന്തായി മക്കളെ, ആശുപത്രി പോയി ഡോക്ടർ എന്താ പറഞ്ഞു? BP കൂടിയതാ. പിന്നെ തൽക്കാലത്തേക്കുള്ള മരുന്ന് തന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെ കൂടി സോറി. സോറി ഞങ്ങൾ പിന്നെ മേടിച്ചോളാം. കാരണം എന്തുവാന്ന് പറ. അത് തന്നെ, BP കൂടാനുള്ള കാരണം എന്തുവാ? ഉമ്മ, ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ 2 ഓയിൽ പ്ലാന്റ് പൊട്ടിത്തെറിച്ചു. അതിനോ അമ്മ, കമ്പനി മൊത്തത്തില് സാമ്പത്തികമായിട്ട് ഇടിയും. മാത്രമല്ല എന്നെ പോലുള്ള എംപ്ലോയീസിന്റെ ഒക്കെ ജോലി പോകാനും സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാവണം BP ഷൂട്ട് ഔട്ട് ആയത്. മനഃപൂർവ്വം അല്ല. ഐ എം റിയലി സോറി. കാരണം എന്റെ ബോധം പോയല്ലേ. സോറിടാ. ഫസ്റ്റ് ഇയർ പാവളെ, ഞാൻ വിചാരിച്ച അളിന് നമ്മളതൊക്കെ ഭയങ്കര ദേഷ്യം. അപ്പൊ ചെറിയൊരു BP മതിയല്ലേ ഒരു മനുഷ്യൻ വീഴാൻ.